ഇന്ന് പാലക്കാടൻ കാരസാമാനമാണ് ഉണ്ടാക്കുന്നത്. ഓലപ്പൊക്കവട എന്നും അറിയപ്പെടുന്നു. അതിനായിട്ട് ഞാൻ 1 കിലോ കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി അതോടൊപ്പം കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കാം. കടലമാവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് കുഴച്ചെടുത്ത മാവാണിത്. ഇതിലേക്ക് ഞാൻ 1 നാഴി അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് ഉണ്ടാവും അളവ്. ഇനി ഇതും കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്തുകൊണ്ട് മാവ് ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. ഉപ്പ് പാകമാണോ എന്ന് ഒന്നും കൂടെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതിനാൽ ഞാൻ വിരുന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത്. അതുകൊണ്ട് ഇത് 4 മണി പലഹാരമായി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം പരിചയപ്പെടുത്താം കൂട്ടുകാരെ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ആവി വരട്ടെ. ഇങ്ങനെ സേവനാഴിയിൽ ഞാൻ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടച്ച് ഇത് ഈ കാഞ്ഞു വരുന്ന എണ്ണയിലേക്ക് പീച്ചിയെടുക്കാം. അപ്പോൾ ചില്ല് ഉപയോഗിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഷേപ്പിൽ വരുന്ന ചില്ലാണ് ഉപയോഗിക്കേണ്ടത്. പൊക്കവട നല്ല പോലെ അടിവശം വെന്ത് മൊരിഞ്ഞ ശേഷം നമുക്ക് മറിച്ചിടാം. നമുക്കിനി ഇത് മറിച്ചിടാം. നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പോലെ അടിവശവും മൊരിഞ്ഞ ശേഷം നമുക്ക് വാങ്ങിയെടുക്കാം. ഇതൊരിക്കലും കരിയരുത്, എന്നാൽ മുറുകുകയും വേണം. ഇപ്പോൾ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു കാരസാമാനം എന്ന പാലക്കാടൻ 4 മണി പലഹാരം. ഓലപ്പൊക്കവട എന്നും അറിയപ്പെടുന്നു. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ഈ ചാനൽ. ഇപ്പോൾ കാരസാമാനം ഓരോന്നായി ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഈ കുപ്പിയിലാണ് ഇതാക്കി വയ്ക്കാൻ പോകുന്നത്. കുറേ കാലം ഇത് കേട് വരാതിരിക്കും. നല്ലപോലെ മൊരിച്ചും നമുക്കെടുക്കാം. എനിക്ക് ഈ കളറിലാണ് ഇഷ്ടം. വല്ലാതെ മൊരിയുന്നത് ഇഷ്ടമല്ല. മുളക് പൊടി കൂടുതൽ അളവിൽ വേണമെന്നുള്ളവർ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുക. നല്ല വലിപ്പത്തിൽ തന്നെയാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ശരീരം പുഷ്ടിപ്പെടും. കടല ആയതുകൊണ്ട് തന്നെ ഒരു അളവ് കൃത്യം പാലിക്കണം. കൂടുതൽ കഴിക്കരുത്. വയറ് പെട്ടെന്ന് തന്നെ നിറയും. ചോറ് കഴിക്കൂല കുട്ടികൾ. അപ്പോൾ ഇടനേരത്ത് ഒരു ചെറിയ അളവിൽ കൊടുത്താൽ മതിയാകും. നല്ല പോഷക ഘടകങ്ങളൊക്കെ അടങ്ങിയ കടല നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഒരളവിൽ കൂടുതൽ കഴിക്കാൻ പാടുകയില്ല എന്ന് പ്രത്യേകം പറയട്ടെ.